ഹലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഗേജ് ഫാക്ടറിൻ്റെ ഡെറിവേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ആ ഗേജ് ഫാക്ടറിൻ്റെ ഒരു ഇക്വേഷൻ ഗേജ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ നോക്കി അതിൻ്റെ ഡെറിവേഷൻ കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗേജസിലേക്ക് സ്ട്രെയിൻ ഗേജും അതിൽ ചില മെഷർമെൻറ്റ് ടൈമിലുള്ള ചില ഡ്രോബാക്സും അതെങ്ങനെ നമ്മൾ ഓവർകം ചെയ്യുന്നുള്ള ചില കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നോക്കുന്നത്. അന്നേരം ഗേജ് ഫാക്ടറിൻ്റെ കേസിൽ ഒരു പ്രോബ്ലം അതിൻ്റെ കൂടെ ലാസ്റ്റ് വീഡിയോൻ്റെ താഴെ ഉണ്ടായിരുന്നു. അതിൽ പറയുന്നത് അതായത് നമ്മൾ യൂഷ്വലി എടുക്കുമ്പോൾ ഇനീഷ്യൽ അതായത് റെസിസ്റ്റൻസ് ആറിൻ്റെ വാല്യൂ ഏകദേശം 120 ഓമിന് നിയർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അത് വെച്ച് ഗേജ് ഫാക്ടറിൻ്റെ റേഞ്ച് ഓഫ് വാല്യൂ -12 മുതൽ +6 വരെ വരും. അതായത് ഡിഫറെൻറ്റ് മെറ്റീരിയലിനനുസരിച്ച് -12, അതായത് നിക്കലിനാണ് -12 to +6 വരെ റേഞ്ചിൽ ഗേജ് ഫാക്ടർ വരാം. പക്ഷേ ഇതൊക്കെയാണെങ്കിലും നോർമലി അതായത് ഈ ഗേജ് ഫാക്ടർ ഓഫ് 2 ഈസ് റീസണബിൾ ഫോർ മോർ സ്ട്രെയിൻ ഗേജസ്. അതായത് കൂടുതൽ സ്ട്രെയിൻ ഗേജസിനും ഒരു 2 എന്നുള്ള ഗേജ് ഫാക്ടർ വാല്യൂ ആണ് കൂടുതൽ നമ്മൾ യൂസിന് എടുക്കാറുള്ളത്. പക്ഷേ ഇനി വേറൊരു നെക്സ്റ്റ് റീസെൻറ്റ് ടെക്നോളജിയിൽ ഡെവലപ്പ് ചെയ്ത സെമി കണ്ടക്ടർ ഗേജസ് പക്ഷേ എന്താണ് റെസിസ്റ്റിവിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് കൊണ്ട് അവിടെ ഹയർ ഗേജ് ഫാക്ടർ ഹയർ സെൻസിറ്റിവിറ്റീസ് അല്ലെങ്കിൽ ഗേജ് ഫാക്ടർ ഉണ്ടാക്കുന്ന സെമി കണ്ടക്ടർ ഗേജസ് ഉണ്ട്. ഇനി നമുക്ക് ആ മെഷർമെൻറ്റിൽ വരാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളും അതിനുള്ള കോമ്പൻസേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അന്നേരം സാധാരണ സ്ട്രെയിൻ ഗേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു റെസിസ്റ്റൻ്റ് വയേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അന്നേരം അത് പാസീവ് എലമെൻ്റ് ആയതുകൊണ്ട് നമുക്കത് മെഷർ ചെയ്യാനായിട്ട് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ കൊടുക്കണം. യൂഷ്വലി ഒരു ഈസ്റ്റേൺ ബ്രിഡ്ജ് അല്ലെങ്കിൽ ബ്രിഡ്ജ് നെറ്റ്വർക്കിലാണ് ഇതുപോലുള്ള ബ്രിഡ്ജ് നെറ്റ്വർക്കിലാണ് നമ്മൾ സ്ട്രെയിൻ ഗേജ് അതായത് ഏതെങ്കിലും ഒരു ബ്രിഡ്ജിൻ്റെ ആമിലാണ് നമ്മൾ കണക്ട് ചെയ്യുക. അന്നേരം നമ്മൾ ഇതുപോലെ അതായത് സ്ട്രെയിൻ ഗേജ് നമ്മൾ ആമിൽ കണക്ട് ചെയ്യുമ്പോൾ അത് ഈ ഫിഗർ പോലെ ഈ 13.5 എന്നുള്ള ഈ ഫിഗറിലെ പോലെ അതിൽ ഒരെണ്ണം അതായത് ഈ ഒരെണ്ണം മാത്രമാണ് ആക്റ്റീവ് ഗേജ്. ആക്റ്റീവ് ഗേജ് മീൻസ് സ്ട്രെയിൻ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചുണ്ടാക്കിയ സ്ട്രെയിൻ ഗേജിനെയാണ് ആക്റ്റീവ് ഗേജ് എന്ന് പറയുന്നത്. ഇത് മാത്രമേ സ്ട്രെയിൻ മെഷർമെൻറ്റ് ചെയ്യൂ. പക്ഷേ ചില സമയത്ത് എന്താണ് ഇത് നമ്മൾ വെക്കുന്ന ആ മെമ്പർ അതായത് നമ്മൾ എന്തിനാണോ സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെയിൻ മെഷർ ചെയ്യേണ്ടത് അതിൽ എന്താണ് പല ടെമ്പറേച്ചർ കണ്ടീഷൻ അതായത് ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ എന്താണ് അത് ആ വയർ മെറ്റീരിയൽ ഇറ്റ് ഈസ് വെരി മച്ച് സെൻസിറ്റീവ് ടു ടെമ്പറേച്ചർ വേരിയേഷൻ. അങ്ങനെയാകുമ്പോൾ അതാണ് ഇറ്റ് ഈസ് മീൻസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഫൈൻ വയർ എലമെൻറ്റ് ഈസ് സെൻസിറ്റീവ് ടു ടെമ്പറേച്ചർ ആസ് വെൽ ആസ് സ്ട്രെസ് വേരിയേഷൻ. അന്നേരം സ്ട്രെയിൻ അല്ലെങ്കിൽ സ്ട്രെസ്സിനനുസരിച്ചും ഈ വയറിലെ റെസിസ്റ്റൻസ് മാറാം. അതേ സമയത്ത് എന്താണ് അവിടെയുള്ള എൻവയോൺമെൻറ്റിലെ ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ടും വരാം. അങ്ങനെയാകുമ്പോൾ നമ്മൾ സ്ട്രെയിൻ മെഷർമെൻറ്റ് കൊണ്ടുള്ള ചേഞ്ച് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. റെസിസ്റ്റൻസ് വേരിയേഷൻ ടെമ്പറേച്ചർ കൊണ്ടുള്ള വേരിയേഷൻ നമുക്ക് ആവശ്യമില്ല ശരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ നമ്മൾ ക്യാൻസൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സെയിം ഫീച്ചേഴ്സുള്ള ഒരു ഗേജും കൂടെ മറ്റൊരു ആമിൽ കണക്ട് ചെയ്യും. ദാറ്റ് ഇറ്റ് ഈസ് കോൾഡ് ഡമ്മി ഗേജ്. ഡമ്മി ഗേജിൻ്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്റ്റീവ് ഗേജിന് എത്രത്തോളം ടെമ്പറേച്ചർ വേരിയേഷൻ വരുന്നുണ്ടോ അതേ വേരിയേഷൻ തന്നെ ഈ ഡമ്മി ഗേജിലും ഉണ്ടാവും. സ്ട്രെയിൻ ഡ്യൂ ടു ദ റെസിസ്റ്റൻസ് ചേഞ്ച് ഡ്യൂ ടു ദ ടെമ്പറേച്ചർ വേരിയേഷൻ ഓഫ് ദ ആക്റ്റീവ് ഗേജ് ഈസ് ക്യാൻസൽഡ് ബൈ ദ ഡമ്മി ഗേജ്. ഇതിനെന്താണ് ഇപ്പുറത്തെ ഈ ഡമ്മി ഗേജ് ആ ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ടുള്ള റെസിസ്റ്റൻസ് ചേഞ്ചിനെ ക്യാൻസൽ ചെയ്യും. ബ്രിഡ്ജ് വീണ്ടും ആ ബാലൻസ് കണ്ടീഷനിലേക്ക് വരും. അതാ പറയുന്നത് എനി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വിൽ കോസ് എ ചേഞ്ച് ഇൻ ദ ബ്രിഡ്ജ് ബാലൻസ് കണ്ടീഷൻ. ദിസ് ഇഫക്റ്റ് ക്യാൻ കോസ് എറർ ഇൻ ദ സ്ട്രെയിൻ മെഷർമെൻറ്റ് എന്ന് പറയുന്നു. The change in temperature will cause an error in the strain measurement. അപ്പോൾ ഇങ്ങനൊരു ടെമ്പറേച്ചർ വേരിയേഷൻ സ്ട്രെയിൻ മെഷർമെൻറ്റിൽ ഒരു എറർ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡമ്മി ഗേജും കൂടെ അതിൻ്റെ കൂടെ വെക്കുന്നത്. അന്നേരം ഈ ഡമ്മി ഗേജ് പറയാം. ഡമ്മി ഗേജ് അക്കംപ്ലിഷസ് ദിസ് ബിക്കോസ് അതായത് ഈ നമ്മളെ ആ കോമ്പൻസേഷൻ അറ്റൈൻ ചെയ്യാനായിട്ട് നമുക്ക് ഡമ്മി ഗേജ് ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ സെയിം ടെമ്പറേച്ചർ എൻവയോൺമെൻറ്റ് ആസ് ദ ആക്റ്റീവ്
ഗേജ് ബട്ട് നോട്ട് സബ്ജക്റ്റഡ് ടു സ്ട്രെയിൻ. അതായത് സ്ട്രെയിൻ ഉണ്ടാവില്ല, പക്ഷേ സെയിം ടെമ്പറേച്ചർ കണ്ടീഷനിലുണ്ടാവും. സോ the temperature causes the same change of resistance in the two strain gauges and the bridge balance is not affected by the temperature. സോ അങ്ങനെയാകുമ്പോൾ ബ്രിഡ്ജ് ബാലൻസ് എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളത് കാര്യമാണ് പറയുന്നത്. ഇനി ബാക്കിയുള്ള രണ്ട് റെസിസ്റ്റൻസിനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന R1ഉം R2 ഹാവ് നെഗ്ലിജിബിൾ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്. അതായത് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് വളരെ കുറവാന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ R1 ആൻഡ് R2 എടുത്തിട്ടുള്ളത്. സോ നമ്മൾ ഈ സ്ട്രെയിൻ ഗേജിൻ്റെ ആ ടെമ്പറേച്ചർ കോമ്പൻസേഷൻ യൂസിങ് ഡമ്മി ഗേജ് ഇവിടെ എന്താണ് ആ ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ടുള്ള റെസിസ്റ്റൻസ് ചേഞ്ചിനെ ക്യാൻസൽ ചെയ്യും. ഇനി ഇഫ് അതിൽ വേറെ കേസ് വന്ന് ഇഫ് വൺ ഓഫ് ദ ടു ഗേജസ് അത് പറയുന്നത് ഇഫ് വൺ ഓഫ് ദ ടു ഗേജസ് ഈസ് മൗണ്ടഡ് സോ ദാറ്റ് ഇറ്റ് സെൻസിറ്റിവിറ്റി ഡയറക്ഷൻ ഈസ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ഡയറക്ഷൻ ഓഫ് സ്ട്രെയിൻ. അതായത് ഇപ്പോൾ സ്ട്രെയിൻ മെഷർമെൻ്റ് ഒക്കെ നമ്മൾ ഈ ഒരു ഡയറക്ഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ സ്ട്രെയിൻ ഗേജും എന്താണ് യൂഷ്വലി ആ ഡയറക്ഷനാണ് മെഷർ ചെയ്യാൻ വെക്കുന്നത്. ഇനി ചില കേസിൽ എന്താണ് നമ്മൾ അതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ, അതായത് ഒരു ആമിൽ പെർപെൻഡിക്കുലർ ഡയറക്ഷനാണ് വെച്ചിട്ടുള്ളതെങ്കിൽ അവിടെ പ്രത്യേകിച്ച് പിന്നെ നോക്കാനില്ല. നമ്മൾ ആ സെൻസിറ്റിവിറ്റി ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ അതിലെ മെഷർമെൻറ്റ് ഡയറക്ഷൻ ഈസ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ഡയറക്ഷൻ ഓഫ് സ്ട്രെയിൻ. അങ്ങനെയാകുമ്പോൾ ദ റെസിസ്റ്റൻസ് ഓഫ് ദിസ് ഡമ്മി ഗേജ് ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ ഡിഫോർമേഷൻ ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ഈസ് ദെയർഫോർ ആക്ട്സ് ലൈക്ക് എ പാസീവ് റെസിസ്റ്റൻസ് വിത്ത് റിഗാർഡ് ടു സ്ട്രെയിൻ മെഷർമെൻറ്റ്. സോ റൈറ്റ് ആംഗിളിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ അതിൽ പ്രത്യേകിച്ചൊരു വേരിയേഷൻ നമുക്ക് കാണാം, സ്ട്രെയിൻ കൊണ്ടുള്ള വേരിയേഷൻ നമുക്ക് കാണാൻ പറ്റില്ല. സോ അങ്ങനെയാകുമ്പോൾ എന്താണ് ടെമ്പറേച്ചർ കോമ്പൻസേഷൻ നല്ല രീതിയിൽ അവിടെ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. കാരണം ഈ ഡമ്മി ഗേജിൽ സ്ട്രെയിൻ കൊണ്ട് റെസിസ്റ്റൻസ് ചേഞ്ച് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അതിൻ്റെ സ്ട്രെയിൻ ഉണ്ടാകുന്നതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് നമ്മൾ ഈ സ്ട്രെയിൻ ഗേജ് വെച്ചിട്ടുള്ളത്. സോ സ്ട്രെയിനിന് അത് അധികം സെൻസിറ്റീവ് അല്ല. So since only one gauge responds to the strain causes bridge balance. The strain causes bridge unbalance just as in the case of single gauge. So ഒരു സിംഗിൾ ഗേജ് അവിടെ ഉള്ളതുപോലെ മാത്രമേ അവിടെ പ്രവർത്തിക്കൂ, മറ്റേ ഗേജിൻ്റെ പ്രസൻസ് അവിടെ അറിയില്ല. സോ അതാണ് ആ കേസിൽ പറയുന്നത്, നമ്മൾ എങ്ങനെയാണ് ടെമ്പറേച്ചർ വേരിയേഷൻ ക്യാൻസൽ ചെയ്യാന്നുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പ്, അതായത് വയർ ടൈപ്പിൽ പലതരത്തിൽ നമുക്ക് ഇതിന് പാറ്റേൺ അറേഞ്ച് ചെയ്ത് വെക്കുന്ന പലതരത്തിലുള്ള സ്ട്രെയിൻ ഗേജസ് ഉണ്ട്. സോ വയർ ടൈപ്പ് സ്ട്രെയിൻ ഗേജിന് ഡിഫറെൻറ്റ് ടൈപ്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. സോ ഇത് പഴയ സിലബസിലൊക്കെ ഇതുപോലെ ആയിരുന്നില്ല, വേറൊരു വ്യത്യസ്തമായ വേറെ കുറേ പേരുകളായിരുന്നു. പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ ബുക്ക് ഓഫ് സ്റ്റഡി ഈ ടെക്സ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് നോക്കാം. സോ നമുക്കിതിൽ കാണാൻ പറ്റും, ഇതിൽ ഗ്രിഡ് ടൈപ്പ്, റോസെറ്റ് ടൈപ്പ്, അതായത് ഗ്രിഡ് ടൈപ്പ്, റോസെറ്റ് ടൈപ്പ്, ടോർക്ക് ടൈപ്പ്, ഹെലിക്കൽ ടൈപ്പ്, അതൊക്കെ പല അതായത് സ്ട്രെയിൻ വയറിൻ്റെ അറേഞ്ച്മെൻറ്റ് അനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ പല പേരുകൾ പറയുന്നത്. എല്ലാത്തിലും നമ്മൾ യൂസ് ചെയ്യുന്ന വയർ ടൈപ്പ് ആണ്. സോ ഈ ഗ്രിഡ് അറേഞ്ച്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഗ്രിഡ് മീൻസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സിക്സ് ആയിട്ട് നമ്മൾ ആ ലെങ്തി ആയിട്ടുള്ള വയർ ഇങ്ങനെ വെക്കുന്നതിനാണ് ഗ്രിഡ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഓഫ് ദ വയർ എലമെൻറ്റ് ഇൻ എ ബോണ്ടഡ് സ്ട്രെയിൻ ഗേജ് ക്രിയേറ്റ്സ് എ പ്രോബ്ലം നോട്ട് എൻകൗണ്ടർഡ് ഇൻ ദ യൂസ് ഓഫ് അൺബോണ്ടഡ് സ്ട്രെയിൻ ഗേജസ്. സോ നമ്മൾ അൺബോണ്ടഡ് സ്ട്രെയിൻ ഗേജ് നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഏതിലാണോ സ്ട്രെയിൻ ഉണ്ടാകുന്നത് അതിൽ നമ്മൾ റെസിസ്റ്റൻസ് വയേഴ്സ് നേരെ തട്ടാതെ ഒരു ഫോഴ്സോ അല്ലെങ്കിൽ ഫോഴ്സ് റോഡോ അല്ലെങ്കിൽ പ്രഷർ റോഡോ വഴി ആ വയറിലേക്ക് സ്ട്രെയിൻ വന്നുകൊണ്ടിരുന്ന നേരത്തെ നമ്മൾ മെഷർ ചെയ്ത് അല്ലെങ്കിൽ പഠിച്ച അൺബോണ്ടഡ് സ്ട്രെയിൻ ഗേജ് അതിലില്ലാത്തൊരു പ്രശ്നം നമുക്ക് എന്താണ് ഈ ബോണ്ടഡ് സ്ട്രെയിൻ ഗേജിലുണ്ട് എന്നാണ് പറയുന്നത്. സോ അതാണ് ദ സ്ട്രെയിൻ ഗേജ് ബോണ്ടഡ് സ്ട്രെയിൻ ഗേജ് ക്രിയേറ്റ്സ് എ പ്രോബ്ലം നോട്ട് എൻകൗണ്ടേർഡ് ഇൻ ദ യൂസ് ഓഫ് അൺബോണ്ടഡ് സ്ട്രെയിൻ ഗേജസ്. സോ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അതായത് ഈ ബോണ്ടഡ് സ്ട്രെയിൻ ഗേജസ് അതെന്താണെന്ന് നമുക്ക് നോക്കാം. To be useful as a strain gauge, the wire element must measure strain along one axis. അതായത് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് ഈ ലെങ്ത് വൈസ് ആണ്, അത് സ്ട്രെയിൻ മെഷർ ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ സ്ട്രെയിൻ ഗേജ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റും. സോ ഇതാണ് ഗ്രിഡ് പാറ്റേണിൽ വെച്ചിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു ആക്സിസിൽ മാത്രമാണ് നമ്മൾ എന്താണ് സ്ട്രെയിൻ സെൻസിറ്റീവായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ
Therefore, complete accurate analysis of strain in the rigid member is impossible. അന്നേരം ഒരു ആക്സസിലേക്ക് മാത്രമായിട്ടാണ് നമ്മൾ സ്ട്രെയിൻ ഗേജ് ഉദ്ദേശിക്കുന്നത്. അന്നേരം എന്താണ്, ഈ ഒരു സ്ട്രെയിൻ ഗേജിൽ ഈ ഒരു ആക്സസിൽ മാത്രമേ ഇത് മെഷർ ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ്, നമുക്ക് കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ് മെഷർമെൻറ്റ് ഓഫ് സ്ട്രെയിന് ഒരു മെമ്പറിലുണ്ടാകുന്ന, അതായത് മെമ്പർ എന്ന് പറഞ്ഞാൽ ഒരു എന്തെങ്കിലും ഒരു നമ്മൾ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയലിലുണ്ടാകുന്ന സ്ട്രെയിനിൻ്റെ കംപ്ലീറ്റും ആക്യുറേറ്റ് മെഷർമെൻറ്റ് നമുക്ക് ഉണ്ടാവും. അതായത് മെഷർമെൻറ്റ് നമുക്ക് പോസിബിൾ അല്ല എന്നാണ് പറയുന്നത്. അൺലെസ് ദ ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്ട്രെസ് ആർ നോൺ. കാരണം ഒരു ബോഡിയിൽ നമ്മൾ സ്ട്രെയിൻ മെഷർ ചെയ്യുന്ന എന്തിനാണ്, ആ ബോഡിയിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സിനനുസരിച്ചാണ്. സോ നമുക്കതിൽ ആ ബോഡിയിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും നമുക്ക് കറക്റ്റായിട്ട് അറിയുമെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ഈ സ്ട്രെയിൻ മെഷർമെൻറ്റ് അത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റൂ. കാരണം ഈ സ്ട്രെയിൻ മെഷർമെൻറ്റ് എന്താണ്, ഒരു ആക്സസിൽ മാത്രമേ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റൂ. സ്ട്രെസ്സ് ഏതൊക്കെ ഡയറക്ഷൻ നമുക്ക് കറക്റ്റ് അറിഞ്ഞാലേ ആ ഒരു മെഷർമെൻറ്റ് നമുക്ക് പോസിബിൾ ആവും. സോ അങ്ങനെ അറിയാത്തിടത്തോളം കാലം ആക്യുറേറ്റ് മെഷർമെൻറ്റ് നമുക്ക് ഒരിക്കലും ഈ ഒരു ഏതെങ്കിലും ഒരു മെമ്പറിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സിനനുസരിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സോ ദ മെഷറിംഗ് ആക്സിസ് ഓഫ് എ സ്ട്രെയിൻ ഗേജ് ഈസ് ഇറ്റ്സ് ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് വിച്ച് ഈസ് പാരലൽ ടു ദ വയർ എലമെൻറ്റ് ആസ് ഷോൺ ഇൻ ഫിഗർ 13.6 എന്നുള്ളത്. അതായത് ഇതിൽ പറയുന്നത് എപ്പോഴും വയറിൻ്റെ ലെങ്ത്, അതായത് ഈ ലെങ്ത് വൈസാണ് നമ്മൾ ഈ പാരലായിട്ട് ഈ ലെങ്ത് വൈസാണ് എപ്പോഴും എന്താണ് ഈ വയർ ഗേജിന്, വയർ ടൈപ്പ് സ്ട്രെയിൻ ഗേജിൻ്റെ മെഷർമെൻറ്റ് ആക്സിസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ അല്ലെങ്കിൽ ലെങ്ത് വൈസ് എന്നുള്ള അർത്ഥത്തിലാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിലാണ് നമ്മൾ എന്താണ് യൂഷ്വലി സ്ട്രെയിൻ ഗേജ് അതിൻ്റെ മെഷറിംഗ് ആക്സിസ് ആയിട്ട് പറയുന്നത്. So when a strain occurs in the member being measured along the transverse axis of the gauge, it also affects the strain being measured parallel. അതായത് ഏതെങ്കിലും ഒരു മെമ്പർ നമ്മളിങ്ങനെ എടുക്കുന്നതിൽ അതിൽ നമ്മൾ ലീനിയർലി ഈ ഡയറക്ഷനുള്ള സ്ട്രെയിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് മുകളിൽ നിന്ന് ഇല്ല പാരലൽ ടൈപ്പ്. പക്ഷേ ചിലപ്പോൾ എന്താണ് ഡ്യൂ ടു സ്ട്രെസ് ഇതിൻ്റെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലും എന്താണ് ചിലപ്പം അത് സ്ട്രെയിൻഡ് ആവാം ഡ്യൂ ടു ദ സ്ട്രെസ്. സോ അങ്ങനെ ആകുമ്പോൾ എന്താണ് ആ ഒരു ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലും സ്ട്രെയിന് വരുമ്പോൾ നമ്മൾ ആക്യുറേറ്റ് മെഷർമെൻറ്റിൽ, അതായത് നമ്മൾ മെഷർമെൻറ്റിലൊരു പ്രശ്നം വരും. ഇറ്റ് ഓൾസോ എഫക്ട്സ് ദ സ്ട്രെയിൻ ബീങ് മെഷർഡ് പാരലൽ ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ്. സോ നമ്മളെ ലെങ്ത് വൈസ്, അതായത് ഇതിൽ പറയുന്ന പോലെ ഈ ലെങ്ത് വൈസ് ഉണ്ടാകുന്ന ആ സ്ട്രെയിൻ മെഷർമെൻറ്റിനെ ഈ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ ഉണ്ടാകുന്ന സ്ട്രെയിനെ ബാധിക്കും. സോ ഇറ്റ് മേ ക്രിയേറ്റ് എറർ ഇൻ അവർ മെഷർമെൻറ്റ്. സോ നമ്മൾ മെഷർമെൻറ്റിൽ ഒരു എറർ ഇൻഡ്യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇതുണ്ട്. സോ in most applications, some degree of strain is present along the transverse axis and transverse sensitivity must be considered in the final gauge output. സോ അങ്ങനെയാകുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം, നമ്മൾ ട്രാൻസ്വേഴ്സ് ആക്സിസിലും സ്ട്രെയിൻ ഉണ്ടാവും. സോ അതിൻ്റെ ട്രാൻസ്വേഴ്സ് സെൻസിറ്റിവിറ്റിയും കൂടെ കൺസിഡർ ചെയ്താൽ മാത്രമേ നമ്മളെ ഫൈനൽ ഗേജ് ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ പറ്റൂ. സോ ഔട്ട്പുട്ട് എപ്പോഴും കിട്ടുന്നത് എന്താണ്, അത് നമ്മൾ കറക്റ്റ് ആവണമെന്നില്ല. അവിടെ എന്താണ് ആ ട്രാൻസ്വേഴ്സ് ആക്സിസിലുണ്ടാകുന്ന ട്രാൻസ്വേഴ്സ് സ്ട്രെയിനും കൂടെ നമ്മൾ കൺസിഡർ ചെയ്തോ അത് ക്യാൻസൽ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ട് കുറയ്ക്കേണ്ട രീതിയിലുള്ള ഒരു കാര്യം കൂടെ ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഫൈനൽ ഗേജ് ഔട്ട്പുട്ട് കൺസിഡർ ചെയ്യാൻ പറ്റൂ. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ട്രാൻസ്വേഴ്സ് സെൻസിറ്റിവിറ്റി കനോട്ട് ബി കംപ്ലീറ്റ്ലി എലിമിനേറ്റഡ്. സോ അന്നേരം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇൻ ഹൈലി ആക്യുറേറ്റ് മെഷർമെൻറ്റ് ദ റിസൾട്ട് ഗേജ് എറർ മസ്റ്റ് ബി കോമ്പൻസേറ്റഡ് ഫോർ. സോ അന്നേരം എന്ത് ചെയ്യണം, നമുക്ക് ആക്യുറേറ്റ് മെഷർമെൻറ്റ് വേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഈ തരത്തിൽ വരുന്ന, അതായത് ട്രാൻസ്വേഴ്സ് സെൻസിറ്റിവിറ്റി കൊണ്ടുവരുന്ന ഗേജ് എറർ നമ്മൾ എന്തെങ്കിലും തരത്തിൽ കോമ്പൻസേറ്റ് ചെയ്യണം. അതായത് ഒന്നെങ്കിൽ എന്താണ് ഈ ട്രാൻസ്വേഴ്സ് റീജിയണിൽ വരുന്നത്, അതായത് ഇവിടെ ഇതാണ് ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള മെഷർമെൻറ്റ് കൂടുതലും എടുക്കുന്ന ഭാഗം. സോ അങ്ങനെയാകുമ്പം ആ സ്ഥലത്തുണ്ടാകുന്ന എലിമെൻറ്റ് നമ്മൾ മറ്റെന്തെങ്കിലും മെറ്റീരിയൽ കൊണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ വിഡ്ത്ത് കുറച്ചുകൊണ്ടോ അങ്ങനെ പല പല രീതിയിൽ നമുക്ക് ആ ട്രാൻസ്വേഴ്സ് സ്ട്രെയിൻ എലിമെൻറ്റ് കുറയ്ക്കാൻ പറ്റും. ഇനി ഈ ചില മറ്റൊരു അറേഞ്ച്മെൻറ്റ്, അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് വേറെ രീതിയിലും നമുക്ക് ഈ വയർ ഗേജസിനെ അറേഞ്ച് ചെയ്യാം. ഗ്രിഡ് പാറ്റേണിൽ തന്നെ പല ആംഗിളിൽ ഗ്രിഡ് പാറ്റേൺ കൊടുക്കാം. സോ അതിനെയാണ് നമ്മൾ പറയുന്നത് ഇവിടെ റോസെറ്റ് ഗേജ്. അതായത് ഈ ഗ്രിഡ് പാറ്റേൺ ചില ആംഗിളിൽ ടിൽറ്റ് ചെയ്തിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് ഒരു ഒരു ബാക്കിംഗ് മെറ്റീരിയലിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. അതിനെ പറയുന്നതാണ് ഈ റോസെറ്റ് ഗേജ് എന്ന് പറഞ്ഞത്. അതായത് ഈ ഫിഗർ കാണുന്ന പോലെ കാണാൻ പറ്റും.
So the standard procedure is to place several gauges at a point on the member surface with known angles between them. So അന്നേരം സെവറൽ എന്താണ് ഗേജസ് വെക്കും, പക്ഷേ എന്താണ് ഓരോ ഗേജസും തമ്മിൽ ഉള്ള ആംഗിൾ നമുക്ക് അറിയുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുക. സോ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ റോസറ്റ് ഗേജിൽ പറഞ്ഞിട്ടുള്ള ഇൻ വിച്ച് ആംഗിൾ ബിറ്റ്വീൻ എനി ടു ലോഞ്ചിറ്റ്യൂഡിനൽ ഗേജ് ആക്സസ് ഈസ് 45 ഡിഗ്രി. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ 1 എന്നുള്ള ഒരു സെറ്റ് ഉണ്ട്, അതായത് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള. പിന്നെ മറ്റൊന്ന് ഇവിടെ കാണുന്ന 2 എന്നുള്ളതുണ്ട്. ഇത് 2 എന്നുള്ള മറ്റൊരു ഗേജാണ്. ഇനി അതെന്താണ് അതിന് പിന്നെ മൂന്നാമത് പറഞ്ഞത് 3 എന്നുള്ളത് 6 ആയിട്ട് ഇങ്ങനെ ഉണ്ട്. സോ 1ഉം 3ഉം തമ്മിലാണെങ്കിലും അല്ലെങ്കിൽ 2ഉം 3ഉം തമ്മിലാണെങ്കിലും എന്താണ് ഇവിടെ 45 ഡിഗ്രി ആംഗിൾ ഓറിയൻറ്റേഷനിലാണ് ഇവിടെ എന്താണ് നമ്മൾ 3 സ്ട്രെയിൻ ഗേജസ് ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷനിൽ വെച്ചിട്ടുണ്ട് വിത്ത് 45 ഡിഗ്രി ഇൻക്ലിനേഷൻ ഓരോന്നും തമ്മിൽ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഫറെൻറ്റ് ടൈപ്പിൽ റോസറ്റും കഴിഞ്ഞ് പിന്നെയുള്ളതാണ് ടോർക്ക് ടൈപ്പും ഹെലിക്കൽ ടൈപ്പും. ടോർക്ക് ടൈപ്പ്, ഹെലിക്കൽ ടൈപ്പുള്ള. സോ അതൊക്കെ പല പല ഡിഫറെൻറ്റ് സ്പെഷ്യൽ സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് അറേഞ്ച്മെൻറ്റിൽ അല്ലെങ്കിൽ എന്താണ് മെമ്പേഴ്സിൻ്റെ സ്ട്രെയിൻ ഗേജ് മെഷർ ചെയ്യാനായിട്ട്, അതായത് എല്ലാ സിറ്റുവേഷനിലും നമുക്ക് നേരത്തെ കാണിച്ച ലോഞ്ചിറ്റ്യൂഡിനലോ അല്ലെങ്കിൽ റോസറ്റ് ടൈപ്പോ യൂസ് ചെയ്യാൻ പറ്റില്ല. ചില സ്പെഷ്യൽ സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ടൈപ്പ്, അതായത് ടോർക്ക് ടൈപ്പ് ഗേജ്, ഹെലിക്കൽ ഗേജ് എന്നുള്ളത്. സോ അതിൽ പറയുന്ന പർപ്പസ് ഓഫ് ഗേജ് വരുന്ന പല പല കോൺഫിഗറേഷൻ കാണിച്ചിട്ടുള്ളതാണ് ഗ്രിഡ് കോൺഫിഗറേഷൻ ABC എന്ന്. സോ മെഷർമെൻറ്റ് ഓഫ് ദിസ് ടൈപ്പ് വുഡ് ബി യൂസ്ഫുൾ അറ്റ് ദ ക്രോസ് പോയിൻ്റ് ഓഫ് ആൻ എച്ച് ഷേപ്ഡ് ഫ്രെയിം. അങ്ങനെയുള്ള സ്പെഷ്യൽ ടൈപ്പിലാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് സ്ട്രെയിൻ ഗേജസ് യൂസ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് വരുന്നത് നെക്സ്റ്റ് കുറച്ച് റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ലേറ്റസ്റ്റ് ഇൻ സ്ട്രെയിൻ ഗേജസ് ഇത് എച്ച്ഡ് ഫോയിൽ സ്ട്രെയിൻ ഗേജ്. എച്ച്ഡ് എന്ന് പറഞ്ഞാൽ ഒരു തിൻ ലെയർ നമ്മൾ ഉണ്ടാക്കുന്നതിനാണ് എച്ചിങ് എന്നുള്ള പ്രോസസ്സ് പറയുന്നത്. സോ ദിസ് ഡിവൈസ്, അതായത് എച്ച്ഡ് ഫോയിൽ സ്ട്രെയിൻ ഗേജ്, ദിസ് ഡിവൈസ് യൂസസ് ദ ടെക്നിക് ഓഫ് PCB ഡിസൈൻ. സോ അന്നേരം എന്താണ് ഈ PCB ഡിസൈനോട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് നമുക്ക് അറിയാമല്ലോ, നമ്മളെ ഈ ചില ഡിവൈസസിലൊക്കെ ഉള്ളിലൊക്കെ സർക്യൂട്ട് ഉണ്ടാവും, അതായത് അതിൽ നമ്മൾ പ്രിൻറ്റഡ് ആയിട്ടുള്ളത് പോലെയാണ് സർക്യൂട്ട് ബോർഡ് ഉണ്ടാവുക. അത് അത്രയും നേർങ്ങനെയാണ് അവിടെ എന്താണ് നമുക്ക് ആ സർക്യൂട്ടിൽ, ആ ബോർഡിൽ നമുക്ക് ആ സർക്യൂട്ട് കാണാൻ പറ്റില്ല. മിക്കവാറും കമ്പ്യൂട്ടേഴ്സിൻ്റെ സിസ്റ്റത്തിൻ്റെ ഉള്ളിലും ഒക്കെ നമുക്ക് ലാപ്ടോപ്പിൻ്റെ ഉള്ളിലും കാൽക്കുലേറ്ററിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സർക്യൂട്ട് ബോർഡ് കാണും. സോ സിമിലർ അതേപോലെ തന്നെയാണ് ഈ ഫോയിൽ സ്ട്രെയിൻ ഗേജ് നമുക്ക് കാണാൻ പറ്റുക. ഇറ്റ്സ് ഫിസിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആർ സുപ്പീരിയർ ടു ബോണ്ടഡ് വയർ സ്ട്രെയിൻ ഗേജസ് ഇൻ ഓൾമോസ്റ്റ് എവറി റെസ്പെക്ട്. അതായത് നമ്മൾ ബോണ്ടഡ് ടൈപ്പ് സ്ട്രെയിൻ ഗേജിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ എച്ച്ഡ് ഫോയിൽ സ്ട്രെയിൻ ഗേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക് ആയാലും ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയാലും മറ്റേതിൽ നിന്ന് വളരെയധികം സുപ്പീരിയർ ആണ്, നല്ല രീതിയിലുള്ളതാണെന്നാണ് ഈ ഒരു കേസിൽ പറയുന്നത്. പിന്നെ the size of strain gauges varies with application. They can be as small as 3 square millimeter. Usually they are larger but not more than 2.5 millimeter long and 12.5 millimeter വൈഡ്. അതായത് അതിൻ്റെ വിടുത്ത് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് യൂസിനനുസരിച്ച് സ്ട്രെയിൻ ഗേജസിൻ്റെ സൈസിലും വേരിയേഷൻ വരാം. അവിടെ എന്താണ് സ്മോൾ എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ മില്ലിമീറ്റർ, അതായത് 1 മില്ലിമീറ്റർ നമുക്കറിയാം 2 സെൻറ്റിമീറ്റർ നടക്കില്ല, അന്നേരം ഒരു 3 സ്ക്വയർ മില്ലിമീറ്റർ സൈസ് വരുന്ന ആ രീതിയിലുള്ള ഒരു സ്ട്രെയിൻ ഗേജ് മുതൽ നമ്മൾ ലാർജർ എന്ന് പറയുമ്പോൾ വലിയതായി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് സ്ട്രെയിൻ മെഷർമെൻറ്റ് അധികം പോസിബിൾ ആയിരിക്കില്ല. കാരണം സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ യൂഷ്വലി മൈക്രോമീറ്റർ റേഞ്ചിലാണ് ഏതെങ്കിലും ഒരു മെമ്പറിൽ അല്ലെങ്കിൽ മെറ്റീരിയലിലോ ഉണ്ടാകുന്നത്. സോ വളരെ ഹൈ ലാർജ് ലെങ്ത്തും ലാർജ് സൈസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിൻ മെഷർമെൻറ്റ് ഇഫക്റ്റീവ്ലി നടക്കില്ല. സോ നമുക്ക് എന്താണ് ലാർജർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിനെക്കാട്ടും കൂടാൻ പാടില്ല, അതായത് 2.5 മില്ലിമീറ്റർ ലെങ്ത്തും 12.5 മില്ലിമീറ്റർ വിഡ്ത്തിനെക്കാട്ടിലും അധികം ആവാൻ പാടില്ല എന്നാണ് ഈ ഒരു സ്ട്രെയിൻ ഗേജിൻ്റെ കൺസ്ട്രക്ഷണൽ സൈസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഒരു റെസിസ്റ്റൻസ് സ്ട്രെയിൻ വയർ സ്ട്രെയിൻ ഗേജസിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് വേണം, അതായത് നമുക്ക് നല്ലൊരു ഗുഡ് റിസൾട്ട് കിട്ടാനായിട്ട് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡിസൈറബിൾ, അതായത് നമുക്ക് ആവശ്യമുള്ളത് എന്നാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. ഒരു 6-7 പോയിൻറ്റ്സ് ആയിട്ടുണ്ട്.
അതിൽ സ്ട്രെയിൻ ഗേജ് ഷുഡ് ഹാവ് എ ഹൈ വാല്യൂ ഓഫ് ഗേജ് ഫാക്ടർ. സോ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഗേജ് ഫാക്ടർ കൂടണം. സോ ഗേജ് ഫാക്ടർ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഹൈ സെൻസിറ്റിവിറ്റി കിട്ടും. സോ സെൻസിറ്റിവിറ്റി കൂട്ടുക മീൻസ് ഇറ്റ് ഷുഡ് ഹാവ് എ ഹൈ ഗേജ് ഫാക്ടർ. A high value, അതിൽ പറയുന്ന high value of gauge factor indicates a large change in resistance for particular strain, implying high sensitivity. So ഉദ്ദേശം എന്താണ്, നമുക്ക് ഹൈലി സെൻസിറ്റീവ് ആയിരിക്കണം. അതുകൊണ്ട് ഹൈ സെൻസിറ്റിവിറ്റി കിട്ടാനായിട്ട് ഹൈ ഗേജ് ഫാക്ടറുള്ള സ്ട്രെയിൻ ഗേജ് എടുക്കാൻ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് മീൻസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ സ്ട്രെയിൻ ഗേജ് ഷുഡ് ബി ആസ് ഹൈ ആസ് possible since this minimizes the effect of undesirable variation of resistance in the measurement circuit. So റെസിസ്റ്റൻസ് നമ്മൾ വലിയ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിൻ അല്ലാത്ത വേണ്ടാത്ത ചേഞ്ചസ് ഇൻ റെസിസ്റ്റൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതായത് നമുക്കത് അധികം ഈ ഒരു മെഷർമെൻറ്റിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാണ്ട് ഒഴിവാക്കാം. സോ മിനിമൈസസ് ദ എഫക്റ്റ് ഓഫ് അൺഡിസൈറബിൾ വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ്. വളരെ ചെറിയ റെസിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ അൺവാണ്ടഡ് ചേഞ്ചസിൽ തന്നെ ആ റെസിസ്റ്റൻസിൽ വേരിയേഷൻ ഉണ്ടാവും. സോ ടിപ്പിക്കൽ റെസിസ്റ്റൻസ് ഓഫ് സ്ട്രെയിൻ ഗേജസ് ആർ 120 ഓം, 350 ഓം ആൻഡ് 1000 ഓം. സോ പല പല സൈസിലുള്ളതിനനുസരിച്ച് നമുക്കെന്താ 120 ഓം അല്ലെങ്കിൽ 350 ഓം അല്ലെങ്കിൽ 1000 ഓം വരെ റെസിസ്റ്റൻസ് ഉള്ള വയേഴ്സാണ് നമ്മൾ സ്ട്രെയിൻ ഗേജസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ഫാക്ടറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയുന്നത് ദ സ്ട്രെയിൻ ഗേജ് ഷുഡ് ഹാവ് എ ലോ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്. അത് നേരത്തെ പറഞ്ഞാണ് ടെമ്പറേച്ചർ വേരിയേഷൻ നമ്മളെ എഫക്റ്റ് ചെയ്യും മെഷർമെൻറ്റിന്. സോ നമ്മൾ കഴിയുന്നത് എന്ത് ചെയ്യണം, സ്ട്രെയിൻ ഗേജിന് ലോ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്, അതായത് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് വളരെ ലോ എടുക്കണം. സോ അന്നേരം എന്താണ് ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ടുള്ള എറേഴ്സ് കൊണ്ടുണ്ടാവുന്ന വേരിയേഷൻ നമുക്കെന്താണ് അവിടെ നമ്മൾ എററിൻ്റെ വാല്യൂ കുറയ്ക്കാൻ പറ്റും. അതായത് ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ട് റെസിസ്റ്റൻസ് ചേഞ്ച് ഉണ്ടാവും, അത് നമുക്ക് എറേഴ്സ് ഉണ്ടാക്കും. സോ അതിനെ മിനിമൈസ് ചെയ്യാൻ എന്താണ് ലോ ടെമ്പറേച്ചർ, അതായത് റെസിസ്റ്റൻസ് പിന്നെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ലോ ആയിരിക്കണം. അതാണ് ലോ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കണം. പിന്നുള്ളത് ദ സ്ട്രെയിൻ ഗേജ് ഷുഡ് ഹാവ് ഹിസ്റ്ററിസിസ് എഫക്റ്റ് ഇൻ ഇറ്റ്സ് റെസ്പോൺസ്. സ്ട്രെയിൻ ഗേജ് ഷുഡ് നോട്ട് ഹാവ് ഹിസ്റ്ററിസിസ് എഫക്റ്റ് ഇൻ ഇറ്റ്സ് റെസ്പോൺസ്. ഹിസ്റ്ററിസിസ് മീൻസ് നമ്മളെന്താണ് എന്തെങ്കിലും കാര്യം സ്ട്രെസ് ഇൻക്രീസിങ് സ്ട്രെസ്സിൻ്റെ സമയത്ത് അത് മെഷർ ചെയ്യുന്നത്. അതുപോലെ ഹിസ്റ്ററിസിസ് നിങ്ങൾ ആരെങ്കിലും ഇതിൽ ഞാൻ സെമിനാർ തന്നതാണ്, അവരെടുക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇൻക്രീസിങ് സ്ട്രെസ്സും അതുപോലെ ഡിക്രീസിങ് സ്ട്രെസ്സിൻ്റെ സമയത്ത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഒരു വേരിയേഷൻ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഹിസ്റ്ററിസിസ് പറയുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് ആ ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ അത് കുറവായിരിക്കണം, ഷുഡ് നോട്ട് ഹാവ് എന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ കോൺസ്റ്റൻസി ഓഫ് കാലിബ്രേഷൻ ഓവർ ദ എൻറ്റയർ റേഞ്ച് ഓഫ് ദ സ്ട്രെയിൻ ഗേജ് ഇറ്റ് ഷുഡ് ഹാവ് ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ്, ദാറ്റ് ഈസ് വേരിയേഷൻ ഇൻ റെസിസ്റ്റൻസ് ഷുഡ് ബി ഇൻ എ ലീനിയർ ഫംഗ്ഷൻ ഓഫ് സ്ട്രെയിൻ. സോ അന്നേരം നമുക്ക് ഇതിലെ ആ ഡിവൈസിനെ കാലിബ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് ഈ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സും നമ്മളെന്താണ് ഈ സ്ട്രെയിനിലുള്ള വേരിയേഷനും ലീനിയർ ആയിരിക്കണം. അത് ലീനിയർ അല്ലെങ്കിൽ നമുക്ക് ആ ഡിവൈസിനെ കാലിബ്രേറ്റ് ചെയ്യാൻ വിഷമമായിരിക്കും. സോ ദ വേരിയേഷൻ ഷുഡ് ബി ലീനിയർ, അതായത് ഈ സ്ട്രെയിൻ ഗേജ് ഇറ്റ് ഷുഡ് ഹാവ് എ ലീനിയർ ക്യാരക്ടറിസ്റ്റിക്, ദാറ്റ് ഈസ് വേരിയേഷൻ ഇൻ റെസിസ്റ്റൻസ് ഷുഡ് ബി ലീനിയർ ഫംഗ്ഷൻ ഓഫ് സ്ട്രെയിൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കതിൽ കാലിബ്രേഷൻ, അതായത് ടു മെയിൻറ്റെയിൻ കോൺസ്റ്റൻസി ഓഫ് കാലിബ്രേഷൻ ഓവർ ദ എൻറ്റയർ റേഞ്ച് ഓഫ് സ്ട്രെയിൻ ഗേജ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് സ്ട്രെയിൻ ഗേജസ് ആർ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഫോർ ഡൈനാമിക് മെഷർമെൻറ്റ് ആൻഡ് ഹെൻസ് ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഷുഡ് ബി ഗുഡ്. അതായത് ഡൈനാമിക് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ്ലി വേരിയബിൾ ആയിട്ടുള്ള മെഷർമെൻറ്റിനാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. സ്റ്റാറ്റിക് സ്ട്രെയിൻ മെഷർമെൻറ്റും ഉണ്ടാവും, ഡൈനാമിക്കും ഉണ്ടാവും. പക്ഷേ ഡൈനാമിക് മെഷർമെൻറ്റിൽ എന്താണ് ഇറ്റ്സ് ഫ്രീക്വൻസി റെസ്പോൺസ് ഷുഡ് ബി ഗുഡ്, അതായത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന എല്ലാ റേഞ്ചിലും അത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാണിച്ചു തരണം. സോ അതാണ് ഡൈനാമിക് മെഷർമെൻറ്റിൽ ഫ്രീക്വൻസി റെസ്പോൺസ് ഷുഡ് ബി ഗുഡ് എന്ന് പറയുന്നത്. അതായത് എല്ലാ റേഞ്ചിലും നല്ല റെസ്പോൺസ് തരണം. ലീനിയറിറ്റി ഷുഡ് ബി മെയിൻറ്റെയിൻഡ് വിത്തിൻ സ്പെസിഫൈഡ് ആക്യുറസി ലിമിറ്റ് ഓവർ ദ എൻറ്റയർ ഫ്രീക്വൻസി റേഞ്ച്. അതായത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എൻറ്റയർ ഫ്രീക്വൻസി റേഞ്ചിലും അവിടെ ലീനിയറിറ്റി കാണിക്കുന്നത് എന്നുള്ളൊരു കാര്യവും നമ്മൾ ഉറപ്പാക്കണം. പിന്നെ അവിടെ ഉപയോഗിക്കുന്ന ലീഡ്സ്, അതായത് നമ്മൾ ഈ റെസിസ്റ്റൻസ് വയേഴ്സ് നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ലീഡ്സ് ഉണ്ടാവും.
Leads used must be of material which have low and stable resistivity and low temperature coefficient of resistance. So ആ ലീഡ്സ് നമ്മളെ മെഷർമെൻറ്റിൽ അധികം ബാധിക്കാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? മെറ്റീരിയൽ മസ്റ്റ് ഹാവ് ലോ ആൻഡ് സ്റ്റേബിൾ റെസിസ്റ്റിവിറ്റി. സോ റെസിസ്റ്റിവിറ്റി കുറവായിരിക്കണം, അത് വേരിയേഷൻ കാണിക്കാത്ത രീതിയിലുള്ളതാവണം. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി മീൻസ് ഇറ്റ് ഷുഡ് ഹാവ് ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. അന്നേരം ആ ലീഡ്സിൽ ടെമ്പറേച്ചർ വേരിയേഷൻ അധികം എഫക്റ്റ് ചെയ്യരുത്. സ്റ്റേബിൾ റെസിസ്റ്റിവിറ്റി ആയിരിക്കണം, അത് കുറവായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മളെ എന്താണ് ആ സർക്യൂട്ടിലേക്കുള്ള കണക്ഷനാണ് ലീഡ്സ്. സോ ലീഡ്സ് വഴിയുള്ള റെസിസ്റ്റൻസ് വേരിയേഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഈ ടൈപ്പ്, അതായത് ഈ റെസിസ്റ്റൻസ് വയർ ടൈപ്പ് സ്ട്രെയിൻ ഗേജസ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന് പൊസസ് ചെയ്യേണ്ട ചില ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഇതും കൂടെ ആകുമ്പോൾ നമ്മൾ എന്താണ് ആ ഒരു റെസിസ്റ്റീവ് വയർ ടൈപ്പ് സ്ട്രെയിൻ ഗേജസിൻ്റെ കംപ്ലീറ്റ് പോർഷൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ മറ്റൊരു ടൈപ്പായ നെക്സ്റ്റിൽ ഫോയിൽ സ്ട്രെയിൻ ഗേജും സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജിലേക്കുമാണ് നോക്കുന്നത്. ഇതുവരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ ടെക്സ്റ്റ് നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ ടെക്സ്റ്റിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓരോ കാര്യങ്ങളും പോയിൻറ്റ്സ് ഞാനിതിൽ അണ്ടർലൈൻ ചെയ്ത് പറയുന്നത്. നിങ്ങളതുപോലെ പോയിൻറ്റ്സ് ആയിട്ട് ഒന്നുകിൽ നോട്ട് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അത് എന്താണെന്ന് പിന്നെ നിങ്ങൾ ഈ ടെക്സ്റ്റിൽ തന്നെ അല്ലെങ്കിൽ ഇതിൽ മാർക്ക് ചെയ്തോ, അല്ലെങ്കിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ നിങ്ങൾ ആ വീഡിയോയിൽ എടുക്കുമ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ.